നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മഴക്കാലമായി കഴിയുമ്പോഴാണ് കൊതുക് ശല്യം കൂടുതലായിട്ട് വർദ്ധിക്കുന്നത്. കാരണം ഈ വെള്ളം കെട്ടി നിൽക്കുന്നതിന് അതിലൂടെയാണ് ഈ കൊതുക് പെരുകുന്നത്. കൊതുകിന് കുറച്ച് ദിവസം മാത്രമേ ആയുസ് ഉള്ളൂ. കൂടുതലും ഈ റബ്ബർ തോട്ടങ്ങളിലെ ഈ ചിരട്ടകൾ നമ്മൾ ചരിച്ചു വെക്കാൻ മറന്നു പോകും. ചിലപ്പം ഈ ഇടപെട്ട ദിവസങ്ങളിലായിരിക്കും ടാപ്പിംഗ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പാലെടുത്ത് കഴിയുമ്പോൾ കുറച്ച് പാലൊക്കെ കൂടെ വീണുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പം നമ്മൾ ചരിച്ചു വെക്കില്ല. പിന്നെ നമ്മൾ ചരിച്ച് വെക്കാമെന്നൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ പിന്നെ മറന്നു പോകും. പിന്നെ 3-4 ദിവസം വെട്ട് നടക്കാതിരിക്കുമ്പോഴത്തേക്ക് ഈ ചിരട്ടയിൽ വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ അകത്തും ഈ കൊതുക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം പാല് എടുത്ത് കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഈ ചിരട്ട ചരിച്ചു വെക്കാൻ മറന്നു പോവരുത്. അപ്പോൾ മറന്നു പോയി കഴിയുമ്പോഴാണ് ഈ കൊതുക് ശല്യം വർദ്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊതുക് ശല്യം വർദ്ധിക്കുമ്പോഴത്തേക്ക് പലവിധ രോഗങ്ങൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ ആണെങ്കിൽ നമുക്ക് ടാപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത അത്ര പോലെ കൊതുകായിരിക്കും. കൊതുകിനെ നമ്മൾ നിസ്സാരക്കാരനായി കാണരുത്. ഇനി കൊതുക് ശല്യത്തെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം. അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കൊതുകിനെ തുരത്താൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. കൊതുകിനി പേടിച്ച് വിറയ്ക്കും. ഈ ഒരു പൂവ് വെച്ചാൽ മതി. കൊതുക് ശല്യം മാരകമായ പല രോഗങ്ങളും പരത്തുന്നതിൽ ഏറ്റവും വലിയ വില്ലൻ കൊതുകാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിടുന്നത്. ആദ്യം ചെയ്യേണ്ടത് ചുറ്റുവട്ടത്ത് ഇത്തരം സാഹചര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ്. കൊതുകിനെ തുരത്താൻ ആദ്യം ചെയ്യേണ്ടത് വീട്ടിൽ ചെയ്യാവുന്നത് കൊതുകിനെ തുരത്താൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു സിമ്പിൾ വിദ്യയുണ്ട്. അതായത് ഈ പൂവ് വീട്ടിൽ സൂക്ഷിച്ചാൽ കൊതുക് പേടിച്ചോടും, വീട്ടിൽ കയറുകയുമില്ല. അതായത് ഏത് പൂവാന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂവാണ് ഇത്തരത്തിൽ കൊതുകിനെ തുരത്താൻ വീട്ടിൽ സൂക്ഷിക്കേണ്ടത്. മുല്ലപ്പൂവിൻ്റെ ഗന്ധം കൊതുകുകൾക്ക് ഒട്ടും സഹിക്കാനാകില്ല. വീടിൻ്റെ വാതിലുകളിലും ജനലുകളിലും മുല്ലപ്പൂ വച്ചാൽ മതിയാകും. ഈച്ചകളുടെ ശല്യം കുറയ്ക്കാനും ഈ വിദ്യ പരീക്ഷിക്കാം. ഇനി കൊതുകിനെ തുരത്താനുള്ള അടുത്ത മാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. മഴക്കാലം എത്തിയാൽ കൊതുകിൻ്റെ ശല്യം വർദ്ധിക്കുന്നു. രോഗങ്ങൾ പടർത്തുന്ന കൊതുകിനെ തുരത്താൻ നമുക്ക് ഇക്കാര്യങ്ങൾ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുരുമുളക്. 1 സ്പൂൺ പൊടിച്ചെടുത്ത കുരുമുളക് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കണം. തണുത്തതിന് ശേഷം കർപ്പൂര തുളസി തൈലം ചേർത്ത് കുപ്പിയിലാക്കി സ്പ്രേ ചെയ്യാം. അതാണ് ഒന്നാമത്തെ മാർഗ്ഗം. ഇങ്ങനെ ചെയ്താലും കൊതുക് 7 അയലത്ത് വരില്ല. പിന്നെ അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് വെളുത്തുള്ളി. ചതച്ച വെളുത്തുള്ളി വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി സ്പ്രേ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും കൊതുക് വരില്ല. ഇനി അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് പുതിന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് പുതിനയും നാരങ്ങയുടെ കഷ്ണവും ഇട്ട് നന്നായി തിളപ്പിക്കണം. ശേഷം കുപ്പിയിലാക്കി സ്പ്രേ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും കൊതുക് ശല്യം മാറിക്കിട്ടും. പിന്നെ അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് കറുവപ്പട്ട. വെള്ളത്തിൽ കറുവപ്പട്ടയും നാരങ്ങയും ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി സ്പ്രേ ചെയ്താൽ മതി. ഇത് നല്ലൊരു മാർഗ്ഗമാണ്. അടുത്ത മാർഗ്ഗം എന്ന് പറയുന്നത് കർപ്പൂരം. വീടിനുള്ളിൽ കർപ്പൂരം കത്തിച്ച് വയ്ക്കുന്നത് കൊതുകുകൾ വരുന്നതിനെ തടയുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം നമുക്ക് കൊതുകുകളെ നിഷ്പ്രയാസം തുരത്താവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ ഈ കൊതുക് ശല്യം തുരത്തുന്നതിന് പകരം നമ്മൾ കൊതുക് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്, ടയറുകൾ, അങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചരിച്ച് വെക്കാൻ യാതൊരു കാരണവശാലും മറക്കരുത്. ഇനി എല്ലാവരും നമ്മൾ ടാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ചിരട്ടകൾ കമത്തി തന്നെ വെക്കണം. കൊതുകിനെ തുരത്തുന്നതിനേക്കാൾ എളുപ്പം നമ്മൾ കൊതുക് വരാതിരിക്കാൻ സൂക്ഷിക്കുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ എല്ലാവരും യാതൊരു കാരണവശാലും മറന്നു പോകരുത്. ടാപ്പിംഗ് കഴിഞ്ഞ ഉടനെ നമ്മൾ പാലെടുത്ത് കഴിഞ്ഞ ഉടനെ ചിരട്ട കമത്തി വെക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.